ഇന്ന് ഏറ്റവും ഒടുവിലായി വന്ന ഒരു പ്രധാനപ്പെട്ട വാർത്തയിലേക്കാണ്. തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ച അന്ന് മുതൽ തുടങ്ങിയതാണ് വടകരയിലെ LDF സ്ഥാനാർത്ഥി KK ശൈലജ ടീച്ചർക്കെതിരെയുള്ള സമൂഹ മാധ്യമങ്ങളിലൂടെ അടക്കമുള്ള അധിക്ഷേപം. യൂത്ത് കോൺഗ്രസ് ആകട്ടെ, ലീഗ് ആകട്ടെ, പ്രധാന സ്ഥാനാർത്ഥികൾക്കെതിരെ ഭാരവാഹികൾ സ്ഥാനത്തിരിക്കുന്ന ആളുകളാണ് ഇത്തരത്തിലുള്ള അധിക്ഷേപങ്ങൾ വടകരയിലെ LDF സ്ഥാനാർത്ഥിയായ KK ശൈലജ ടീച്ചർക്കെതിരെ പറയുന്നത്. വളരെ വലിയ രീതിയിലുള്ള അശ്ലീല പരാമർശങ്ങൾ, വർഗീയ പ്രചാരണങ്ങളൊക്കെ KK ശൈലജ ടീച്ചർക്കെതിരെ പറയാൻ സമൂഹ മാധ്യമങ്ങളെ കൂട്ടുപിടിക്കുന്നു യൂത്ത് കോൺഗ്രസും യൂത്ത് ലീഗും. ഏറ്റവും ഒടുവിലായി യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് രാഹുൽ മാങ്കൂട്ടത്തിൽ ഇന്നൊരു പോസ്റ്റ് ഇട്ടിരിക്കുന്നു. വർഗീയ ടീച്ചറമ്മ എന്നാണ് ശൈലജ ടീച്ചറെ ഈ പോസ്റ്റിൽ വിശേഷിപ്പിക്കുന്നത്. ഫേസ്ബുക്കിലാണ് രാഹുലിന്റെ അധിക്ഷേപം. ന്യൂസ് ഡെസ്കിൽ നിന്നും സിന്ദൂരി വിജയൻ ചേരുന്നുണ്ട് ഈ വാർത്തയുടെ വിശദാംശങ്ങളുമായി. സിന്ദൂരി, നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ച അന്ന് മുതൽ തന്നെയാണ് ഒരു മുതിർന്ന വനിതാ നേതാവാണ് എന്ന രീതിയിലുള്ള LDF സ്ഥാനാർത്ഥി എന്നുള്ള പരിഗണന പോട്ടെ, ഒരു മുതിർന്ന വനിതാ നേതാവാണ് എന്നുള്ള പരിഗണന പോലും ഇല്ലാതെ അശ്ലീല പരാമർശങ്ങൾ, വർഗീയ പരാമർശങ്ങളെല്ലാം KK ശൈലജ ടീച്ചർക്കെതിരെ യൂത്ത് കോൺഗ്രസ് ആയാലും ലീഗ് ആയാലും നിരത്തുന്നത്. ഇന്ന് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് രാഹുൽ മാങ്കൂട്ടത്തിലിൻ്റെ അധിക്ഷേപ പോസ്റ്റ് കൂടെ വരുമ്പോൾ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ടും KK ശൈലജ ടീച്ചറെ വേട്ടയാടുന്ന ഒരു നിലപാട് തന്നെയാണ് ഇവർ സ്വീകരിക്കുന്നത് എന്ന് മനസ്സിലാക്കണം, അല്ലേ? മിനിഷ, അതുതന്നെയാണ് ഇപ്പോൾ ഈ കുറച്ച് സമയത്തിന് മുമ്പ് രാഹുൽ മാങ്കൂട്ടം തൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. കാരണം അവർക്ക് ടീച്ചറോടുള്ള ഭയം ഇപ്പോഴും മാറിയിട്ടില്ല. വടകരയിലെ ഇങ്ങനൊരു സ്ഥാനാർത്ഥി വന്നപ്പോൾ മുതൽ നമ്മൾ കാണുന്നതാണ് ടീച്ചറിനെതിരെ എത്രയേറെ മോശം തരത്തിലുള്ള പ്രതികരണമാണ് അല്ലെങ്കിൽ പരാമർശങ്ങളാണ് അവർ മുന്നോട്ട് കൊണ്ടുവന്നിരിക്കുന്നത്. ഇപ്പോൾ വോട്ടുകളെല്ലാം പെട്ടിയില്ല, എന്നിട്ടും അവരുടെ ആ അത്തരത്തിലുള്ള ഒരു വിദ്വേഷ പ്രചരണത്തിനോ വർഗീയ പരാതിനോ ഉള്ള ഒരു മാറ്റവും വന്നിട്ടില്ല എന്നതിൻ്റെ ഏറ്റവും ഒടുവിലത്തെ തെളിവാണ് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റ്. വർഗീയ ടീച്ചറമ്മ എന്ന് വിളിക്കുന്ന രാഹുൽ മാങ്കൂട്ടം ശൈലജ ടീച്ചറിനെ എത്രത്തോളം ഭയക്കുന്നുണ്ട് എന്ന് തന്നെ വേണം നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ. കാരണം നമ്മൾ കണ്ടതാണ് തെരഞ്ഞെടുപ്പ് പ്രചരണ സമയത്ത്, അതായത് കലാശക്കൊട്ടിൻ്റെ സമയത്ത് പോലും, ആ ഒരു കലാശക്കൊട്ട് വേളയിൽ പോലും യൂത്ത് കോൺഗ്രസിന് അല്ലെങ്കിൽ ലീഗിൻ്റെ കോൺഗ്രസിൻ്റെ പ്രവർത്തകർ വളരെ ഉച്ചത്തിൽ കോവിഡ് കളി എന്നും പറഞ്ഞ് ടീച്ചറിനെതിരെ ഉള്ള വാക്കുകൾ പ്രയോഗിക്കുമ്പോൾ അതെല്ലാം ടീച്ചറിൻ്റെ മനോവീര്യം എങ്ങനെ തകർത്താം എന്നുള്ള അവരുടെ ശ്രമങ്ങളായിരുന്നു. അതിലൊന്നും തകരുന്നതല്ല ശൈലജ ടീച്ചറിൻ്റെ മനോവീര്യം എന്ന് തിരിച്ചറിഞ്ഞപ്പോൾ വീണ്ടും അതിൻ്റെ ഒരു തുടർച്ചയെന്നോണമാണ് ഇത്തരത്തിലുള്ള പരാമർശങ്ങളുമായിട്ട് ഇപ്പോഴും അവർ രംഗത്ത് വന്നിരിക്കുന്നത്. നമുക്കറിയാം, ശൈലജ ടീച്ചർ അന്ന് ഈ ഒരു കോവിഡ് ഇലക്ഷൻ സമയത്ത് വളരെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്, തനിക്കെതിരെ ഇത്തരത്തിൽ നടക്കുന്ന പരാമർശങ്ങൾക്കെതിരെ താൻ നിയമപരമായി നേരിടും. പക്ഷേ അതിനേക്കാളെല്ലാം ഉപരിയായിട്ട് അത്തരം പരാമർശങ്ങൾക്ക് ജനം മറുപടി നൽകുമെന്നാണ് ടീച്ചർ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ആ ഒരു ജനം മറുപടി നൽകുമെന്നൊരു ബോധ്യം അവർക്കും ഉണ്ടായിരിക്കാം. അതുകൊണ്ടായിരിക്കാം അവർ അതിൻ്റെ ആ ഒരു അലയൊലികൾ മാറാതിരിക്കാൻ വീണ്ടും വീണ്ടും ഇത്തരത്തിലുള്ള പരാമർശങ്ങളിലൂടെ അത് മുന്നോട്ട് കൊണ്ടുപോകുവാൻ ശ്രമിക്കുന്നത് എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ. ഇപ്പം നമ്മൾ കണ്ടതാണ് ഈ ഒരു സമയത്ത്, ഈ ഒരു തെരഞ്ഞെടുപ്പ് പ്രചരണ സമയത്ത് ഇത്തരത്തിലുള്ള യൂത്ത് കോൺഗ്രസിൻ്റെ അല്ലെങ്കിൽ ലീഗിൻ്റെ പ്രവർത്തകർ അവരുടെ സ്വന്തം പ്രൊഫൈലിൽ നിന്ന് ഇത്തരത്തിൽ ഉള്ള പരാമർശങ്ങൾ ടീച്ചറിനെതിരെ പോസ്റ്റുകളുടെ രൂപത്തിലേക്ക് അല്ലെങ്കിൽ അശ്ലീല ചിത്രങ്ങളുടെ രൂപത്തിലേക്ക് മുന്നോട്ട് വിടുമ്പോൾ അതിനെതിരെ ഒന്ന് പ്രതികരിക്കാനോ അങ്ങനെ ചെയ്യാൻ പാടില്ല എന്ന് പ്രതിഷേധിക്കാനോ ഒരു വാക്കുയർത്താൻ ഒരു തരത്തിലുള്ള നേതൃത്വങ്ങളും രംഗത്ത് വന്നിട്ടില്ല എന്ന് നമ്മൾ വ്യക്തമായി കണ്ടതാണ്. അതെല്ലാം അപ്പോൾ ഇവർ ഇപ്പോൾ ഇതിൻ്റെ UDF സ്ഥാനാർത്ഥിയൊക്കെ അതിനെക്കുറിച്ച് അറിഞ്ഞിട്ടില്ല, കേട്ടിട്ടില്ല, അങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നു എന്നൊക്കെ പറയുമ്പോൾ അവർ ആ സമയത്ത് എന്തുകൊണ്ട് മിണ്ടിയില്ല എന്ന തരത്തിലുള്ള ചോദ്യങ്ങളും ഈ ഒരു കാലഘട്ടത്തിൽ തന്നെ പുറത്തു വരുന്നുണ്ട്. അപ്പോൾ ടീച്ചറിനെ ഏതൊക്കെ വാക്കിലൂടെ ഏതൊക്കെ രീതിയിലൂടെ പ്രതിരോധിക്കാം, അല്ലെങ്കിൽ അങ്ങനെ പറഞ്ഞ ആ ഒരു തെരഞ്ഞെടുപ്പ് സമയത്ത് ആ സ്ഥാനാർത്ഥിയുടെ മനോവീര്യം തകർത്തുക എന്നൊരു ലക്ഷ്യത്തിലായിരിക്കാം ഇത്തരത്തിലുള്ള വാക്കുകൾ അവർ ഉപയോഗിച്ച് തുടങ്ങിയത് എന്ന് തന്നെ വേണം നമുക്ക് മനസ്സിലാക്കാൻ. അതിൻ്റെ ഒരു തുടർച്ച തന്നെയാണ് ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടം ഈ വർഗീയ ടീച്ചറമ്മ എന്ന ആ ഒരു പ്രയോഗത്തിലൂടെ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത്. ഫിനിഷ.